ലോകത്തെ പിടിച്ചു കുലുക്കി അകത്ത് കയറ്റിയിരുത്തിയ മഹാമാരി ഒന്ന് ഒതുങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകൾ തുറക്കുകയാണ്. മറ്റ് പല സംസ്ഥാനങ്ങളെയും പോലെ കേരളത്തിലും സ്കൂളുകൾ തുറക്കുകയാണ്. അപ്പോൾ ആ സ്കൂൾ തുറക്കുന്ന ആഘോഷിക്കാൻ വേണ്ടി എന്നോണം നമ്മളിന്ന് വന്നിട്ടുള്ളൊരു സ്കൂൾ ബസ്സായിട്ടാണ്. ടാറ്റ വിങ്ങറിൻ്റെ സ്കൂൾ ബസ്സാണ്. ടാറ്റ വിങ്ങർ സ്കൂൾ ബസ് BS6 ആണത്. അതായത് 13+ ഡ്രൈവർ കോൺഫിഗറേഷനുള്ള 13,46,000 തുടങ്ങിയിട്ട് 16,07,000 വരെ എക്സ്ഷോറൂം പ്രൈസുള്ള വിവിധ വകഭേദങ്ങളുള്ള ഈ ഒരു വണ്ടിയുടെ എല്ലാ വിശദാംശങ്ങളും പറയാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സ്കൂൾ ബസ്സാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിൻ സീറ്റിലേക്കാണ് ആദ്യം കയറുന്നത്. അപ്പോൾ ഈ ഒരു വിങ്ങറിന്, അതായത് സ്കൂൾ ബസ്സിന് ഹൈ റൂഫ്, ഫ്ലാറ്റ് റൂഫ്, കൂടാതെ 18+ ഡ്രൈവർ, അങ്ങനെ ഒരുപാട് കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ ഒരിത്തിരി ലക്ഷറി എന്നോണം AC ഉള്ള, എല്ലാം ഫ്രണ്ട് ഫേസിങ് സീറ്റായിട്ടുള്ള 13+ ഡ്രൈവറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഉള്ളിലേക്ക് കയറാണ്. സ്ലൈഡിങ് ഡോറാണ്, തുറക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കൂടാതെ സൈഡ് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഈ സൈഡ് സ്റ്റെപ്പ് ചവിട്ടിയിട്ട് ഈ ഒരു സീറ്റ് ബാക്കിലുള്ള ഹാൻഡിൽ പിടിച്ച് ചവിട്ടി കയറിയിരിക്കാം. അതായത് ഒരു കുട്ടിയുടെ മനസ്സോടെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കൗതുകങ്ങൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതായത് നമ്മൾ ആ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് മാറി കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു കൗതുകത്തിൻ്റെ ആദ്യ പടി എന്നോണം ഈ ഒരു റൂഫ് മൗണ്ട് AC കുറിച്ച് പറയണം. ഇതിന് ഡുവൽ സോൺ AC ആണ്. ഡുവൽ സോൺ എന്ന് പറയുമ്പോൾ ഒരു ആധികാരികമായിട്ട് പറഞ്ഞാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അതിശയോക്തിയോട് പറഞ്ഞാണ്. അതായത് ഡ്രൈവർക്കും പിന്നിലെ പാസഞ്ചേഴ്സിനും എല്ലാം കൂടെ 2 ACകളുണ്ട്. അപ്പോൾ ഈ ഒരു ACക്ക് ഒരു എക്സ്ട്രാ സ്വിച്ച് കൂടി ആ ഒരു ഡാഷ്ബോർഡിലുണ്ട്, ഞാൻ കാണിക്കാം. കൂടാതെ ഈ AC വെൻറ്റുകളൊക്കെ തന്നെ അത്യാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന തരത്തിലാണ്. ഈ സ്ലൈഡിങ് ഡോർ അങ്ങ് തുറന്നിട്ട് ഈ സീറ്റ് അങ്ങ് മുന്നോട്ടാക്കിയിട്ടാണ് അകത്ത് കയറുക. ഇതൊരു ഹൈ റൂഫ് ഫാനല്ല, സാധാ റൂഫാണ്. പക്ഷേ കുട്ടികൾക്ക് ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട് സീറ്റിനിടയിലൂടെ. 13+ ഡ്രൈവറാണല്ലോ. അപ്പോൾ പിന്നിൽ 11 സീറ്റാണ്. 12, 13, അതായത് 2 പേരും മുന്നിലും ഡ്രൈവറുമാണ് ഉള്ളത്. അപ്പോൾ മൊത്തത്തിൽ ആണ് ഈ 13+. പിന്നെ ഈ ഇരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ ലെഗ് റൂം ആണെങ്കിലും ഹെഡ് റൂമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടുള്ള സീറ്റാണ്. ഇനി ഈ ഗ്ലാസ് നമുക്ക് സ്ലൈഡ് ചെയ്യാം. അതായത് AC ഒന്ന് പണി മുടക്കിയാലോ അല്ലെങ്കിൽ AC ഇല്ലാതെ ഓടിക്കുമ്പോഴും അത്യാവശ്യം എയറൊക്കെ അകത്ത് ഇറക്കും. കൂടാതെ വലിയ ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് നല്ല വെളിച്ചം ഉണ്ടാകത്ത്. ഇപ്പോൾ ട്രാവലർ അല്ലെങ്കിൽ അതുപോലുള്ള വണ്ടികളൊക്കെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം തോന്നും. ഇത് ഒരു കാറിലേക്കാണ് നമ്മൾ ഇരിക്കുന്നത്. അതായത് കുറച്ച് അടുത്തിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി എന്നൊക്കെ ഈ ഒരു വിങ്ങറിനെ പറയാം. ഇത് ഗ്ലാസ് ബ്രേക്കറാണ്. ഇപ്പോൾ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്കൂൾ ബസ്സുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, ആളുകൾ കയറി യാത്ര ചെയ്യുന്ന എല്ലാ വണ്ടികൾക്കും. അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സംഗതി യൂസ് ചെയ്യാം. പിന്നെ വല്ല എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ആ ഒരു SOS ബട്ടൺ കൂടി കാണാം. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഒരുപാടുണ്ട് വണ്ടിക്കകത്ത്. അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. എന്തായാലും ഞാൻ പിന്നിലെ ആ ഒരു ഡോർ തുറക്കുമ്പോൾ പറയാം. കാറുകൾക്ക് സമാനമായ ഒരു ഇൻറ്റീരിയറാണ് വിങ്ങറിന്. ഇപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഫിമിലറായിട്ട് തോന്നും. കാരണം സഫാരി കണ്ട അല്ലെങ്കിൽ ഹാരിയർ കണ്ട ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ കുറച്ച് ലളിതമായ രൂപം എന്ന് ഈ സ്റ്റിയറിങ്ങിനെ പറയാം. ഹോൺ പാഡ് മാത്രമുള്ള സ്വിച്ചുകളൊന്നും തന്നെ ഇല്ല. കൂടാതെ പിയാനോ ലാക്ക് ഫിനിഷ് ഉണ്ട് ഡാഷ്ബോർഡിൽ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡാഷ്ബോർഡാണ്. യൂട്ടിലിറ്റി വെഹിക്കിൾസാണ് അല്ലെങ്കിൽ MPV അല്ലെങ്കിൽ വാനുകളാണ് ഒക്കെ തന്നെ കാണുമ്പോഴും കുറച്ചൊരു റഫ് ആൻഡ് ടഫായിട്ട് തോന്നുമെങ്കിലും ഇത് ഇത്തിരി കൗതുകമുള്ള ഭംഗിയുള്ള ഒരു ഡാഷ്ബോർഡാണ്. ഇനി D4ൻ്റെ ആ ഒരു വെൻറ്റുകളും കൂടാതെ AC വെൻറ്റുകളും 3 കാണാം. ഈ AC വെൻറ്റുകളുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഡ്യുവൽ സോൺ AC എന്നൊക്കെ പറഞ്ഞു. ആ ഒരു എന്താ പറയുക, കുറച്ചൊരു അതിശയോക്തിയോട് കൂടിയിട്ട്. പക്ഷേ ഈ ഒരു ACക്ക് 3 വെൻറ്റുകൾ സെൻട്രലിൽ മാത്രമേ ഉള്ളൂ, സൈഡിൽ വെൻ്റ് ഇല്ല എന്നുള്ളതാണ്. ഇനി ഡാഷ്ബോർഡിൽ സ്റ്റോറേജ് സ്പേസ് എമ്പാടുമുണ്ട്. അതായത് ചെറിയ സ്റ്റോറേജ് സ്പേസ്, ഒരു വലിയ സ്റ്റോറേജ് സ്പേസ്, താഴെയായിട്ട് ഗ്ലോ ബോക്സ് ഇല്ല, പക്ഷേ ഗ്ലോ ബോക്സിന് സമാനമായ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. അതിന് താഴെയായിട്ട് ആ ഒരു OBD പോർട്ട് കൂടി കാണുന്നുണ്ട്. ഇനി ഒരു പിയാനോ ലാക്ക് ഫിനിഷിലേക്ക് വന്നു കഴിഞ്ഞാൽ ബട്ടൺസുകൾ കുറേ ഉണ്ട് ഇതിനകത്ത്. ഒരു ഡമ്മി ബട്ടൺ കാണാം, കൂടെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് കാണാം. ഇനി ഇത് ബാറ്ററി കട്ട് ഓഫും ഇതാ ഒരു ടോപ്പ് ലൈറ്റിൻ്റെ സ്വിച്ചുമാണ്. ഈ ഒരു AC സ്വിച്ചിന് ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഈ ഒരു സിമ്പിൾ ഇൻഡിക്ക മുതൽ ഇങ്ങോട്ട് എല്ലാ വണ്ടിക്കും ഉണ്ട്. അതായത് ഓട്ടോ ACയിലാണ് കാര്യമല്ല പറഞ്ഞത്, മാനുവലായിട്ടുള്ള ACയിൽ എല്ലാ വണ്ടിയും കാണാം. ഹീറ്ററില്ല, AC മാത്രമേ ഉള്ളൂ. സോ ബ്ലൂ മാത്രമേ കാണൂ, ആ ഒരു റെഡ് കാണില്ല. ഇനി സിൽവർ ഫിനിഷ് കൊടുത്തിട്ട് ഒരു ഇത്തിരി മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. താഴെയായിട്ട് റിയർ ACയുടെ സ്വിച്ച് കൂടി കാണാം. ഇനി ഇതിൻ്റെ വലതുവശത്ത് കാണുന്ന 2 പോർട്ടുകൾ USB പോർട്ടുകളാണ്. 5 വോൾട്ട് 2.4A. ഒരു മൾട്ടി സോൺ ഫയർ ചേസ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. അതായത് ആ ഒരു ഫയർ ഡിറ്റക്ട് ചെയ്ത് സപ്രസ് ചെയ്യുന്നൊരു സിസ്റ്റമാണത്. ഇപ്പോൾ എഞ്ചിൻ റൂമിനകത്ത് ഓവർ ഹീറ്റ് ആവുകയോ അല്ലെങ്കിൽ ഫ്യൂംസ് വരികയോ സ്മോക്ക് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഡിഫ്യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടർ പിന്നിലായിട്ട് കാണിക്കാം. ഇനി ഈ ഒരു സ്റ്റോറേജ് സ്പേസ് തികച്ചും സൗകര്യപ്രദമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് കോയിനൊക്കെ വെക്കാം. ഇനി ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചും DPF റീജനറേഷൻ സ്വിച്ചും കാണാം. താഴെ ഡെമ്മി കൂടി കാണുന്നുണ്ട്. ഒരു ഈക്കോ മോഡ് കൂടി ഈ ഒരു വണ്ടിക്കുണ്ട്. അപ്പോൾ ഈക്കോ മോഡിൻ്റെ സ്വിച്ച് ഇടതുവശത്താണ്. കൂടാതെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് കൂടി കാണാം. അപ്പോൾ 2 ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് കാണാം. അതായത് ഒന്ന് ഫ്രണ്ട് ഒന്ന് ബാക്കുമാണ്. അത് അറിയാനായിട്ട് മാർഗ്ഗമൊന്നുമില്ല, ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കുക തന്നെ വേണം. ഈ മീറ്റർ കൺസോളിനകത്ത് ഒരു കൗതുകം എന്ന് പറയുന്നത് ആ ഒരു ഇനീഷ്യൽ സ്വൈപ്പ് തന്നെയാണ്. കൂടാതെ സിൽവർ ഇൻസേർട്ടുകളുണ്ട്, സിൽവർ സർക്കിളുകൾ കാണാം. അപ്പോൾ അണിലായിട്ടും ആ ഒരു ഫ്യൂൽ മീറ്ററും എഞ്ചിൻ ടെമ്പറേച്ചറും തന്നെ ഉള്ളൂ. കൂടാതെ ആ ഒരു ഓടോ ട്രിപ്പ് മീറ്ററുകൾ കാണാം. ഹാൻഡ് ബ്രേക്കിന് ലിവറിന് താഴെയായിട്ട് ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കൂടി കാണാം. 2 കൗതുകങ്ങളാണ് പറയാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ഡോർ ഹാൻഡിലാണ്. ഈ ഒരു ഡോർ ഹാൻഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഇത്തിരി
വിക്ക് എന്ന് പറയാം. കൂടാതെ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, ഒരു ചെറിയ മാപ്പ് പോക്കറ്റ് ഉണ്ട്. ഇതിന് പവർ വിൻഡോ ഇല്ല, പക്ഷേ ഈ ഒരു വൈൻഡർ കാണാം. ഇനി ഈ വൈൻഡറിൻ്റെ കാര്യം പറയുമ്പോൾ ചെറിയൊരു ക്ലെവർ ടച്ച് കാണിച്ചു തരാം. ആ ഒരു ക്ലെവർ ടച്ചിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതല്ലാണ്ട് വേറൊരു വഴി ടാറ്റ മോട്ടോഴ്സ് കണ്ടു കാണില്ലെന്ന് തോന്നുന്നു. അതായത് ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ് ഇങ്ങോട്ട് ടിൽറ്റ് ആവുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക് പീസ് വെച്ചിട്ടുണ്ടല്ലേ, ഈ പ്ലാസ്റ്റിക് പീസാണ് ഈ ഗ്ലാസ്സിനെ താങ്ങി നിർത്തുന്നതെന്ന് പറയാം. അതായത് നമ്മളിത് പൊക്കുമ്പോഴേ ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാനായിട്ട് ആ ഒരു ഭാഗം നല്ലൊരു സഹായം ചെയ്യുന്നുണ്ട്. ടാറ്റ വിങ്ങറിന് ഒരു കാറിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടെയിൽ ലാമ്പുകളുടെ ഡിസൈനാണ്. നല്ല ഭംഗിയുള്ള ഒരു ടെയിൽ ലാമ്പാണ്. കൂടാതെ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് ഈ ഒരു വണ്ടിയുടെ പിന്നിൽ മൊത്തമായിട്ട് കാണാം. അതിനുള്ളിലാണ് പാർക്കിംഗ് സെൻസേഴ്സ് ഉള്ളത്. അപ്പോൾ ഈ പാർക്കിംഗ് സെൻസേഴ്സും ആ ഒരു ABS ഒക്കെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആണല്ലോ. ഇനി ഈ ഒരു ഹാൻഡിൽ പിടിച്ച് നമുക്കിതങ്ങ് തുറക്കാം. തുറന്നു കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫയർ ഡിറ്റക്ഷൻ ആൻഡ് സപ്രഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടാങ്ക് കാണാം. ആ ടാങ്കിൻ്റെ ഒരു സംഗതിയല്ല, ഒരു ഗ്യാസ് ടാങ്ക് പോലുള്ള ടാങ്കാണ്. അപ്പോൾ ഈ ഒരു ടാങ്കും ഈ ഒരു സ്പെയർ വീലും ഇതിൻ്റെ പിൻഭാഗം തികച്ചും അപഹരിക്കുന്നുണ്ട്. നിങ്ങൾക്കപ്പോൾ സ്വാഭാവികമായിട്ട് തോന്നുന്ന സംശയം എന്ന് പറയുന്നത് സ്കൂൾ ബസ്സല്ലേ, സ്കൂൾ കുട്ടികളുടെ ബാഗ് എവിടെ വെക്കുന്നുള്ളതാണ്. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ പറയുന്ന പോലെ സീറ്റിനടിയിൽ വൃത്തിയായിട്ട് വെക്കാമെന്ന് പറയാം. ഇനി ഇവിടെ ഒരു സ്റ്റെപ്പായിട്ട് കൂടി ഈ ഒരു ബമ്പർ യൂസ് ചെയ്യുന്നതാണ് ചവിട്ടി കയറാനായിട്ട്. ഈ വിങ്ങറിൻ്റെ പിന്നിലേക്ക് കയറുന്നത് ഈ ഒരു സ്ലൈഡിങ് ഡോറിലൂടെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വലിയ വീലുകളാണ്, 195 പ്രൊഫൈലുള്ള വീലുകളാണ്. അതായത് 15 ഇഞ്ച് 195 പ്രൊഫൈലാണത്. അപ്പോൾ മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. കൂടാതെ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ആഫ്റ്റർ മാർക്കറ്റിന് തോന്നുമെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് തികച്ചും ഉപയോഗപ്രദമാണെന്ന് പറയേണ്ടതുണ്ട്. ഈ B പില്ലറിന് താഴെയായിട്ടാണ് ഡീസൽ ഫില്ലിംഗ് ക്യാപ്പ് കാണാം. അതായത് ഡീസൽ ടാങ്ക് എന്ന് പറയുന്നത് സീറ്റിന് അടിയിലാണ്. അപ്പോൾ ഡോർ ലോക്കിംഗ് മെക്കാനിസം 2 ഡോറുകളിലും കാണാം. അല്ല, എല്ലാ ഡോറുകളിലും ഉണ്ടെന്ന് പറയാം. അതായത് ഈ ഒരു ഡോറിലും ഉണ്ട്, ഈ ഒരു മുൻഡോറുകളിലും ഉണ്ട്. അപ്പോൾ സെൻട്രൽ ലോക്ക് വാങ്ങാനുള്ള കാണുന്നില്ല, പവർ വിൻഡോ സെൻട്രൽ ലോക്ക് വാങ്ങാനുള്ള കാണുന്നില്ല. AC ആണ് ഈ ഒരു വണ്ടിയുടെ ലക്ഷറി എന്ന് പറയാം. അപ്പോൾ AC എന്ന് പറയുമ്പോൾ ഞാൻ ഡ്യുവൽ സോൺ AC എന്ന് പറഞ്ഞു. ഡ്യുവൽ സോൺ AC എന്നല്ല ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്, ഡ്യുവൽ AC എന്നാണ്. അതായത് പിന്നിലും മുമ്പിലും 2 AC കളാണ്. വലിയ ഗ്ലാസ്സാണ്. വലിയ ഗ്ലാസ് എന്ന് പറയുമ്പോൾ റിയർ വ്യൂ മിററാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. അതായത് എല്ലാം ചെയ്യുന്നത് പുറത്തുനിന്നാണ്, അകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രിക് വരണമെന്ന് തന്നെയല്ല, ഫാൻസി ആയിട്ടൊന്നും തന്നെ ഈ ഒരു വിങ്ങറിൽ കണ്ടില്ല എന്നും പറയാം. ഒരു ക്ലിയർ ലെൻസ് റിഫ്ലക്ടറാണ്. ആ ഒരു റിഫ്ലക്ടറിൻ്റെ ഭാഗമായിട്ട് ഒരു ബ്ലാക്ക് ഇൻസെറ്റ് അങ്ങെമ്പാടും കൊടുത്തിട്ടുണ്ട്. കാറുകളുമായിട്ടുള്ളൊരു സാമ്യം ഞാൻ ഈ വിങ്ങറിൽ കണ്ടത് ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ഹെഡ് ലാംപ്സ് ബമ്പറിലാണെന്നുള്ളതും ഈ ഒരു DRലും ഈ ഒരു ക്രോം ഇൻസെറ്റുമാണ്. അപ്പോൾ മനോഹരമായൊരു മുൻവശമാണ് ഈ വിങ്ങറിൻ്റേത്. ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബമ്പർ ഒന്ന് ബോഡി കളർ അടിച്ചാൽ ഒന്നുകൂടി നല്ല ഭംഗിയായി തോന്നിയേനെ. ഇനി ചെറിയൊരു ബോണറ്റേരിയേ ഉള്ളൂ. ഈ ഒരു ബോണറ്റേരിയുടെ പിന്നിൽ വലിയൊരു ഗ്ലാസ് കാണാം. ഈ ഗ്ലാസിൻ്റെ കാര്യം പറയുമ്പോൾ 60 കിലോമീറ്ററിൻ്റെ ആ ഒരു ലിമിറ്റ് സ്റ്റിക്കർ അടിച്ചു വെച്ചിട്ടുണ്ട്. കൂടാതെ വൈപ്പേഴ്സും അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് വാഷ നോസിലൊക്കെ തന്നെ ഈ ഒരു കൗളിലാണ്. അപ്പോൾ ഭംഗിയുള്ള മുൻവശമുള്ള ഒരു സ്കൂൾ ബസ് എന്ന് ഈ ഒരു വിങ്ങറിൻ്റെ സ്കൂൾ ബസ്സിന് പറയാം. 73.2 അതായത് 73.2 കിലോവാട്ട്, ഏകദേശം 100 HP, 200 Nm ആണ് ഈ എഞ്ചിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത്. ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇപ്പോൾ 4 സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ കൂടി ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അതായത് എഞ്ചിൻ്റെ ആ ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് റിയർ വീൽ ഡ്രൈവ് പോലെയാണ്, പക്ഷേ ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിയുടേതായിട്ടുള്ള ആ ഒരു ഫൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പിന്നിൽ കാണിച്ച ടാങ്കിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഫയർ, അതായത് ഫയർ അല്ലെങ്കിൽ സ്മോക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് അത് സപ്രസ് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ഈ ഒരു എഞ്ചിനുണ്ട്, അല്ലെങ്കിൽ എഞ്ചിൻ റൂമിനകത്തുണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ കാറുകളാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക MUVകളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്കൂൾ ബസ് പോലുള്ള വണ്ടികളാണെങ്കിൽ തന്നെ അതിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതില്ല. ഇതൊരു 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ആഡ്ബ്ലൂ ഇല്ലാത്ത ലീനോക്സ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗൂർക്കയിൽ കണ്ട ആ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണിത്. ഇപ്പോൾ ഗൂർക്കയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി മറ്റു ചില ചെറുവണ്ടികളെ പോലെ ടാറ്റ വിങ്ങർ ഒന്ന് മുട്ടുകുത്തിച്ചു. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു വലിയ ഗ്രില്ലിന് താഴെ ഈ ഒരു എയർ ഡാമിൻ്റെ ഡിസൈൻ മനോഹരമാണെന്ന് കാണിക്കാനായിട്ടാണ്. താഴെ ഫോഗ് ലാമ്പുകളുണ്ട്. കൂടാതെ ഈ ഒരു റിഫ്ലക്ടർ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ വെഹിക്കിളിന് വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ വണ്ടികളും അത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും തോന്നിക്കാണും എന്താണ് ഈ റിഫ്ലക്ടർ എന്ന്. അതായത് ഈ ഒരു വണ്ടിയുടെ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ ഒരു സംഗതി അനിവാര്യമാണ്. മുന്നിൽ വെള്ളയും പിന്നിൽ റെഡും. ടാറ്റ വിങ്ങർ സ്കൂൾ ബസ് ഓടിക്കണം, അതായത് 13+ ഡ്രൈവർ. അപ്പോൾ ആ ഒരു ഫാനിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ബെയർ ചെയ്യുക. കാരണം ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ്, അതിനകത്ത് ഇരുന്നിട്ട് ആ മൈക്കിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സൗണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ആദ്യമായിട്ട് പറയണതൊരു കാര്യം, ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഓടിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഡ്രൈവർക്ക്, അതായത് ഒരു ഡേ ടു ഡേ ലൈഫിൽ ഫുൾ ടൈം ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് സ്കൂൾ ബസ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം രാവിലെ പോയിട്ട് നേരത്തെ 7 മണിക്കൊക്കെ പോയി എടുത്ത് ഒരു 9-9:30 ഓടി, പിന്നെ വൈകിട്ട് 4 മണിക്ക് ശേഷം അങ്ങോട്ട്, അതായത് കുറേ മണിക്കൂറുകൾ ഈ വണ്ടിക്കകത്ത് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് ലോങ് ആണെങ്കിൽ പറയും വേണ്ട. അപ്പോൾ ആദ്യം പറയണൊരു കാര്യം, ഡ്രൈവർക്കുള്ള സന്തോഷ വാർത്ത അല്ലെങ്കിൽ ഡ്രൈവർമാർക്കുള്ള സന്തോഷ വാർത്തയാണ്. ഇത് ഓടിക്കാനായിട്ടൊരു കാറ് പോലെയാണ്. അതായത് വലിയ എഫേർട്ടൊന്നും ഇല്ലാണ്ട് ഓടിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു
ചീഫ് കോമ്പറ്റീറ്റർ എന്നൊക്കെ പറയാവുന്ന വണ്ടി എന്ന് പറയുന്നത് ട്രാവലർ അല്ലേ. അപ്പോൾ ട്രാവലറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലളിതമായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടി എന്ന് തന്നെയാണ് ഈ ഒരു വിങ്ങറിനെ പറയാനുള്ളത്. അപ്പോൾ അതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പവർ സ്റ്റിയറിംഗ് ആണ്. ഈ പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് തികച്ചും ലൈറ്റ് ആട്ടോ. അതായത് സിറ്റി യൂസിലൊക്കെ നമുക്ക് കൊണ്ടുകൊടുക്കുന്ന ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ ഇത് ഓടിക്കാനും വളയ്ക്കാനും തിരിക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് പറയാം. അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടത് ഒരു കാര്യം ഒരു ഗിയർ ഷിഫ്റ്റാണ്. കാറുകളുടേത് പോലുള്ള ഷിഫ്റ്റാണ്, കൃത്യതയുള്ള ഷിഫ്റ്റാണ്. അതായത് ഗിയർ ലിവറിന് ആട്ടമൊന്നുമില്ല. ഇത് പറയാനുള്ളൊരു കാര്യം, പഴയ സുമോ ഓടിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഓടിക്കുമ്പോൾ അങ്ങനെയുള്ള വണ്ടികളായിരിക്കും കൂടുതൽ ഓടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ആട്ടവും കൂടാതെ ആ ഗിയറിലേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ പല വണ്ടികളും കണ്ടുണ്ടാവും. അപ്പോൾ വിങ്ങറിൽ അങ്ങനെയൊന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. കൃത്യതയുള്ള ഒരു ഗിയർ ഷിഫ്റ്റാണ്, ലൈറ്റ് ക്ലച്ചും. അപ്പോൾ എർഗണോമിക്സ് സ്പോട്ടോണാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇരിക്കുന്നത് ഒരു വലിയ കാഴ്ച തരുന്ന ഒരു വണ്ടിക്കകത്താണെന്നുള്ള ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും കിട്ടും. അതായത് തികച്ചും വിസിബിലിറ്റിയാണ് ഈ വണ്ടി ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിലെ ഗ്ലാസ്സുകളാണെങ്കിലും ആ വലിയ ഗ്ലാസ് ആണെങ്കിലും കണ്ണാടികളാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ഭാഗങ്ങളാണെങ്കിലും ഒന്നും തന്നെ ഡ്രൈവറുടെ ഒരു കാഴ്ചയെ മറയ്ക്കുകയോ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഈ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ടാണ്. അതിൻ്റെ കാര്യം പറയേണ്ടതില്ല. കാരണം എന്ന് പറയുന്നത് ഈ ഒരു വലിയ വണ്ടികൾക്ക് ടോർക്കാണല്ലോ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ടോർക്കിൻ്റെ കാര്യം പറയാം, 200 Nm ആണ് ടോർക്ക്. ഇപ്പോൾ ഈ നമ്പേഴ്സൊന്നും തന്നെ ഇപ്പോൾ സാധാരണ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് വലിയ കാര്യമായിരിക്കില്ല. ഒരു ലേമാൻ ടൈംസിൽ ഇതെങ്ങനെയുണ്ട് ഓടിക്കാനെന്നുള്ള ഒരു ചോദ്യമേ വരുള്ളൂ. അങ്ങനെ ചോദിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർത്തും എഫേർട്ട്ലെസ് ആയിട്ട് തീർത്തും ബുദ്ധിമുട്ടില്ലാണ്ട് ഓടിക്കാവുന്ന ഒരു വാൻ, സ്കൂൾ വാനാണ്, സ്കൂൾ ബസ്സാണ് വിങ്ങർ. ഇനി ക്രിയേച്ചർ കംഫർട്ടിനെ കുറിച്ച് പറയണം. അതായത് AC എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കൂളിംഗ് ഉള്ള AC ആണ്. ആകെയുള്ളൊരു പ്രശ്നം AC-യുടെ സൗണ്ട് കുറച്ച് കൂടുതലാണെന്നുള്ളതാണ്. പക്ഷേ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. അകത്തേക്ക് അങ്ങനെ കാര്യമായിട്ട് നമുക്കങ്ങനെ ഒരു ശല്യപ്പെടുന്ന വിധമുള്ളൊരു സൗണ്ടൊന്നുമില്ല. പിന്നെ ഇരിക്കുന്ന സീറ്റ് നല്ല സീറ്റാണ്. അതായത് നമുക്ക് നല്ല സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. നല്ല തൈ സപ്പോർട്ടും അല്ലെങ്കിൽ നല്ല ഒരു ചാരുമൊക്കെ തന്നെയാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. മുന്നോട്ടും പിന്നോട്ടും അല്ലെങ്കിൽ ചാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഒരു നല്ല പൊസിഷനിലാണ്. ഒരു കാർ ഓടിക്കുന്ന പോലെ ഒരു ബേസ് മോഡൽ കാർ ഓടിക്കുന്ന ഒരു ബേസ് മോഡൽ എൻട്രി ലെവൽ കാർ ഓടിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു വണ്ടിക്കെന്ന് പറയാം. ഇനി പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ചാണ്. കാറുകളുടേത് പോലുള്ള McPherson സ്ട്രട്ടാണ് ഫ്രണ്ടിൽ, പിന്നിൽ ലീഫ് സ്പ്രിങ്ങും. അപ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു റൈഡ് തരുന്നുണ്ട് ഈ ഒരു സ്കൂൾ ബസ് അല്ലെങ്കിൽ വാൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വണ്ടിക്കകത്ത് ഇരിക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. യാത്രയായിട്ട് നല്ല സുഖമുണ്ട്. കാര്യമായിട്ട് ബോഡി റോളൊന്നും അറിയുന്നില്ല. ഞാൻ കുറച്ചൊരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓടിച്ചു നോക്കി, ഒന്ന് വളർത്തി തിരിച്ചു നോക്കി. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ആലോചനകളൊന്നും പിൻ സീറ്റിലെ യാത്രക്കാർക്ക് ഉണ്ടായില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള 1-2 പേരൊക്കെ പിന്നിലിരുന്നിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് അവിടെ പറയണത്. പിന്നെ ഇതിൻ്റെ പിന്നിലിരിക്കാനായിട്ട് നല്ല സുഖമുണ്ട് എന്നുള്ളത് സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് നല്ലൊരു കാര്യമായിരിക്കും. അതായത് എപ്പോഴും കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാന്നുള്ളതാണല്ലോ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. MUV ആണെങ്കിലും വാനാണെങ്കിലും അല്ലെങ്കിൽ ബസ്സാണെങ്കിലും. ഞാൻ ഒന്നും കൂടി ചെറുതായിട്ട് കാല് കൊടുക്കാം. അപ്പോൾ പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബ്രേക്കുകളെ കുറിച്ചാണ്. അത്യാവശ്യം നല്ല ഒരു കോൺഫിഡൻസ് തരുന്ന ബ്രേക്കാണ് ഇതിന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഓടിക്കുന്ന ആളുകൾ കൂടുതലും എഞ്ചിൻ ബ്രേക്കിംഗ് യൂസ് ചെയ്തിട്ടായിരിക്കും ബ്രേക്കിനെ ആശ്രയിക്കാം. ആ ഒരു ഘട്ടത്തിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇപ്പോൾ എഞ്ചിൻ ബ്രേക്കൊന്നും വേണ്ട, ഒറ്റ ചവിട്ടി ഓടിയാലും വണ്ടി ആ ഒരു പിടിച്ചെടുത്ത് നിൽക്കുന്ന ആ ഒരു സ്വഭാവം കാണിച്ചു. അപ്പോൾ 60 km സ്പീഡ് ലിമിറ്റുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രേക്ക് മാത്രം തന്നെ മതി ഈ വണ്ടിയെ മൂക്കാനായിട്ട് നിർത്താനായിട്ട്. അതുകൂടി ഒരു നല്ല കാര്യമായിട്ട് പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഓടിക്കാനുള്ള ആ ഒരു ഈസിനെസ് ആണ്. അതായത് ഒരു വലിയ വണ്ടിയാണ് ഓടിക്കുന്ന ഫീൽ ഈ വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വലിയ ലെങ്ത്തുള്ള വണ്ടിയല്ലേ. ഷോർട്ട് ഗിയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഒരു 4ാമത്തെ ഗിയറിൽ എത്തും ചെയ്യാം. കൂടാതെ ആ ഒരു ഗിയറിൽ ഇങ്ങനെ ഒരു 40-50 km സ്പീഡിൽ നിന്ന് ക്രൂസ് ചെയ്ത് പോവുകയും ചെയ്യാം. അതൊരു നല്ല കാര്യമായിട്ട് പറയാം. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസിയെ കുറിച്ച് കൂടി പറയണം. എനിക്ക് തോന്നുന്നു എറൗണ്ട് 10 km പുറത്തൊക്കെ എന്തായാലും വണ്ടിക്ക് ഒരു മൈലേജ് ഉണ്ടാവും. കാരണം രാവിലെ ട്രിവാൻഡ്രത്ത് നിന്ന് ഓടിച്ചു വന്ന വണ്ടിയാണിത്. ഫുൾ ടാങ്ക് ഡീസലായിട്ട് വന്നപ്പോൾ എനിക്കിപ്പോഴും 5 കട്ട ബാക്കി കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 2 ഡിജിറ്റ് മൈലേജ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇനി വിങ്ങറിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ഒരു വാൻ ലൈഫ് പോലെ ഒരു ലോങ് ഡ്രൈവ് പോയിട്ട് ഈ വണ്ടിയുടെ യാത്രാ സുഖമോ അല്ലെങ്കിൽ വണ്ടിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാനുള്ള അവസരം കിട്ടാനും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് പേർക്ക് ഒരുപാട് സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനും ഒരുപാട് സമയം ഇരുന്ന് യാത്ര ചെയ്യാനും കംഫർട്ടബിളായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ വണ്ടികളാണ് റിക്രിയേഷണൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ വാൻ എന്നൊക്കെ പറയുന്ന ആ ഒരു വിഭാഗം. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്ന സീറ്റുകളുണ്ട്. അത്യാവശ്യം നന്നായി ഓടിക്കാവുന്ന ഒരു ഡ്രൈവബിലിറ്റി ഉള്ളൊരു വണ്ടിയാണ് വിങ്ങർ. അതായത് ഇപ്പോഴും ഞാൻ പറയുന്നത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഓടിക്കുന്ന ഒരാൾക്ക് ആദ്യം തോന്നുന്നൊരു കാര്യം, അതിനകത്ത് കയറി തോന്നുന്ന കാര്യം, ഓക്കെ ഇത് ഓടിച്ച് ഞാൻ എന്തായാലും ക്ഷീണിക്കില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒന്നും ചെറുതായിട്ട് കാലോട്ടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളപ്പോൾ സ്കൂൾ ബസ് നോക്കുന്ന ആളുകൾക്ക് ചെറിയ സ്കൂളുകളുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ പ്രീ KG സ്കൂളുകളൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ
ഒരു വണ്ടി തന്നെ മതിയായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നടത്താനായിട്ട്. അത് 13+ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് AC അടക്കം എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാനും കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയെന്ന് സ്കൂൾ ബസ്സിനെ പറയാം. അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വലിയ മഹാമാരി ഒന്ന് ഒതുങ്ങി കാര്യങ്ങളൊക്കെ സാധാരണ നോർമലൈസ് ആയിട്ട് വരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് സ്കൂളുകൾ തുറക്കുന്ന ഒരു കാര്യം കൂടി സന്തോഷമായിട്ട് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു സ്കൂൾ വാനായിട്ട് വരണം എന്നുള്ളത്, സ്കൂൾ ബസ്സായിട്ട് വരണം എന്നുള്ളത് നമ്മുടെ കൂടി ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അപ്പോൾ ടാറ്റ വിങ്ങറാണ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്ന വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ള ഒരു സ്കൂൾ ബസ് നോക്കുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നു AC വേണം, സിറ്റിയിലാണ് കൂടുതൽ കുട്ടികളെ പിക്ക് ചെയ്യാനുള്ളത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു വണ്ടി തികച്ചും നന്നായി തന്നെ ചേരും. അപ്പോൾ പതിപോലെ ഈ വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാണ്. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഷെയർ ഒക്കെ നമ്മുടെ എന്തിനും അറിയാലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി തേടിട്ടിട്ട് കാലം തുടങ്ങട്ടെ വെറുതെ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.